അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത് ഷെഫ് വാവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് അയച്ചിരിക്കുന്നത് ഈ ഒരു സ്കില്ലറ്റിലാണ് കേട്ടോ. ഇത് കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മുട്ട മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഏലക്ക പട്ട ചേർത്തിട്ട് ഒന്ന് മുപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഉള്ളി പച്ചമുളക് കരിവേപ്പില ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് തക്കാളി നുടയുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കുക. ഏറ്റവും ലാസ്റ്റിലായിട്ട് മുട്ട വെച്ച് കൊടുക്കുക കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ മല്ലിയിലും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കണേ.